നമസ്കാരം. കഥകൾ കേൾക്കുന്നത് വല്ലാത്തൊരു അനുഭൂതിയാണ്. സംഭവ കഥകളും കെട്ടുകഥകളും ഇഴചേർന്ന എത്രയെത്ര കഥക്കൂട്ടുകളാണ് നമ്മുടെ ശേഖരത്തിലുള്ളത്. ചരിത്രത്തിൻ്റെ ജനാലയൊന്ന് പതിയെ തുറന്ന് ചെവിയോർത്താൽ ഗൃഹാതുരതയുടെ നിറം പിടിപ്പിക്കുന്ന കുറേയേറെ കഥകൾ നമുക്ക് കേൾക്കാം. അത്തരത്തിലൊരു കഥയാണിന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു കാലത്ത് കേട്ടിരുന്ന നിറം പിടിപ്പിച്ച കഥാപാത്രമായിരുന്നു ഒടിയൻ. ഒടിവിദ്യയിലൂടെ ശത്രുക്കളെ വകവരുത്തിയിരുന്ന ഒടിയൻ, ആളുകളെ ഭയചകിതരാക്കി വിഹരിച്ചിരുന്ന ഒടിയൻ, രാത്രി നേരം ഇടവഴികളിൽ പമ്മിയിരുന്ന് നായയായും നരിയായും മാനായും മയിലായും കാളയായും പൂച്ചയായുമെല്ലാം വരുന്നവൻ ഒടിയൻ. അങ്ങനെ ഒടിയൻ്റെ ഒടിവിദ്യയിൽ പിറന്നുവീണ എത്രയെത്ര മായക്കഥകളാണ് കാലത്തിൻ്റെ കാൽപ്പനികതയിൽ കാത്തുവച്ചിരിക്കുന്നത്. അമാവാസിയിലും നിലാവുള്ള രാത്രിയിലും മനുഷ്യരൂപം വെടിഞ്ഞ് ഇതര ജീവികളുടെ രൂപം സ്വീകരിച്ച് ഒടിയൻ വരുന്നുവെന്നാണ് പഴമക്കാർ പറഞ്ഞു പഠിപ്പിച്ചത്. അക്കാലത്ത് നാടോടി കഥകളിലെയും അന്ധവിശ്വാസങ്ങളിലെയും സൂപ്പർമാൻ കഥാപാത്രമായിരുന്നു ഒടിയൻ. വാമൊഴികളല്ലാതെ യാതൊരു ശാസ്ത്രീയ വശങ്ങളുമില്ലാത്ത വാദമായിരുന്നിട്ടുകൂടി ഒടിയനൊരു യാഥാർത്ഥ്യമായി മനസ്സിൽ കൊണ്ടു നടന്നവരാണ് ഏറെയും. 20-ാം നൂറ്റാണ്ടിൻ്റെ പാതിയും കടന്ന് ഒടിയൻ്റെ കഥകൾ തലമുറകൾ കൈമാറി വന്നു. 50 വർഷം മുൻപ് വരെയും ശത്രുവിനെ അവസാനിപ്പിക്കുന്ന ഒടിയൻ്റെ മറിമായത്തിന് പ്രചുരപ്രചാരം ലഭിച്ചിരുന്നു. എന്നാൽ ഒടിയൻ്റെ ഉദ്ഭവകഥയ്ക്ക് പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ ഗന്ധമാണുള്ളത്. ജന്മിത്വം കൊടികുത്തിവാണ കാലം. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിലെ അംഗങ്ങൾ ആൺപെൺ ഭേദമില്ലാതെ ഏറെ ദുരിതമനുഭവിക്കേണ്ടി വന്നിരുന്നു. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ രൂപപ്പെടുത്തിയ സാങ്കല്പിക പ്രതിഭാസമായിരുന്നു ഒടിയൻ എന്നാണ് അനുമാനം. എന്നാൽ ഒടിയൻ എന്ന കഥാപാത്രത്തിൻ്റെ മറ്റൊരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്. ജന്മിത്വവാഴ്ചയിൽ ദുരിതം പേറിയ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്നുമുള്ള ഒരാൾ മണ്ണ് കുഴച്ച് ഒരു ബിംബമുണ്ടാക്കി തീയിലിട്ട് ആ രൂപത്തെ കരിച്ചെടുത്തപ്പോൾ അതിനെ അയാൾ കരിങ്കുട്ടിയെന്ന് വിളിക്കുകയും അതിനെ ഉപാസിക്കുകയും ചെയ്തു. ഒരിക്കൽ കരിങ്കുട്ടിയെന്ന ഉപാസനാമൂർത്തി അയാളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. തങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാൻ അനുഗ്രഹിക്കണമെന്ന് അയാൾ കരിങ്കുട്ടിയോട് അപേക്ഷിച്ചു. എന്നാൽ അത്തരമൊരു വരം നൽകാൻ കരിങ്കുട്ടിക്ക് കഴിഞ്ഞില്ല. എന്നാൽ തങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് മുന്നിൽ ആഗ്രഹിക്കുന്ന ജീവിയുടെ രൂപം പ്രാപിച്ചെത്താനൊരു വഴിയായിരുന്നു കരിങ്കുട്ടി തൻ്റെ വത്സന് അരുളി ചെയ്തത്. അതൊരു ഔഷധക്കൂട്ടായിരുന്നു. അത്ര എളുപ്പത്തിലുണ്ടാക്കാൻ കഴിയാത്ത തരം ഔഷധക്കൂട്ട്. കടിഞ്ഞൂൽ ഗർഭിണിയുടെ ഭ്രൂണം ഉപയോഗിച്ചായിരുന്നു ആ മരുന്ന് നിർമ്മിക്കേണ്ടിയിരുന്നത്. എന്നാൽ കരിങ്കുട്ടിയെ ഉപാസിക്കുന്ന ആ വ്യക്തി പിള്ളതൈലം എന്ന മരുന്ന് നിർമ്മിക്കുകയും ഈ മാന്ത്രിക മഷി ഉപയോഗിച്ച് തങ്ങളുടെ ശത്രുക്കളെ നിലയ്ക്ക് നിർത്തുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. അതേസമയം ജന്മിത്വം അവസാനിച്ച ശേഷം കരിങ്കുട്ടിയെ ഉപാസിച്ചിരുന്നവരുടെ കുടുംബത്തിൽപ്പെട്ട ചിലർ ഈ മരുന്ന് ദുരുപയോഗം ചെയ്യുകയും അത് നാട്ടിൽ ഒടിയൻ്റെ ശല്യം എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തുവെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പ്രത്യേക ഉപാസനയ്ക്കായി തയ്യാറെടുത്താണത്രേ ഒരാൾ ഒടിയനാകുന്നത്. രാത്രിയിലെ അനുഷ്ഠാനപരമായ ആരാധനയ്ക്ക് ശേഷം വിവസ്ത്രനായി ഇരു ചെവികളിലും പിള്ളതൈലം ലേപനം ചെയ്ത് ഇച്ഛിക്കുന്ന രൂപമാറ്റം വരുത്തുകയും അദൃശ്യനാവുകയും ചെയ്യുന്നുവെന്ന് കഥകൾ പറയുന്നു. തുടർന്ന് ശത്രു വരുന്ന നടവഴികളിലും മറ്റും പ്രത്യക്ഷപ്പെട്ട് ശത്രുനിഗ്രഹം നടത്തുന്നുവെന്ന് പഴമക്കാർ പാടി നടന്നു. ഈർക്കിലി ശത്രുവിന് നേരെ കാണിച്ച് മന്ത്രജപം ചൊല്ലി ഒടിക്കുന്നതോടെയാണത്രേ ഒടിവിദ്യ പൂർത്തിയാകുന്നത്. ഒടിവിദ്യയേറ്റയാൾ പിന്നീട് രക്തം ഛർദ്ദിച്ച് മരിക്കുന്നു. ഇങ്ങനെ മരിച്ചവരും ഏറെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഒടിയനെ പ്രതിരോധിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ചൂടുവെള്ളം മുതൽ മറുമന്ത്രം വരെ കാണാം. ഒടിയൻ ഏതു രൂപത്തിലെത്തിയാലും നിരീക്ഷണ പാടവമുള്ളവർക്ക് നിഷ്പ്രയാസം ഇവരെ കണ്ടെത്താനാകുമെന്നാണ് ഒരു വാദം. ഒടിയൻ രൂപമാറ്റം നടത്തുമ്പോൾ ആ രൂപത്തിന് അംഗവൈകല്യം സംഭവിക്കുമത്രേ. വാലില്ലാത്ത നായ, കൊമ്പില്ലാത്ത കാള തുടങ്ങി ഉദാഹരണങ്ങൾ പലതുമാണ്. ഒടിയന് നേരെ ചൂടുവെള്ളമൊഴിച്ചാൽ ആ രൂപം പഴയപടിയാകുമത്രേ.
ഒടിയനെ കണ്ടാൽ വിവസ്ത്രനായി ഒടിയനെ വലം വച്ച് കളം വരച്ച ശേഷം മുഖത്ത് ആഞ്ഞടിച്ചാൽ ഒടിയൻ്റെ വായിലൂടെ മാന്ത്രിക മരുന്ന് പുറത്തു വരുമെന്നാണ് കേട്ടുകേൾവി. ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ വളരെ രസകരവുമാണ്. മാന്ത്രിക വിദ്യയെ അറിയാമായിരുന്ന ഒരാളുടെ മുന്നിൽ 2 ഒടിയന്മാർ പ്രത്യക്ഷപ്പെട്ടുവത്രേ. മന്ത്രവിദ്യ വശമുള്ള ആ വയസ്സനായ വ്യക്തി ഒടിയന്മാരെ നേരം പുലരുവോളം നിലമുഴുതിപ്പിച്ച ശേഷമായിരുന്നു അത്രേ വിട്ടയച്ചത്. സൂര്യനുദിച്ചാൽ ഒടിവിദ്യയുടെ ശക്തി നഷ്ടപ്പെടുമെന്നും പറഞ്ഞു കേൾക്കുന്നു. ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതിരോധം മാത്രമായിരുന്നു ഒടിയൻ എന്ന സങ്കല്പം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും മധ്യകാലത്തുമായി നാട്ടിൻപുറങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒടിയൻ വൈദ്യുതിയുടെ വരവോടെ അപ്രത്യക്ഷനായി. ഈ മിത്ത് ഉപയോഗിച്ച് പ്രമാണിമാർ നടത്തിയ ക്രൂരതകളും കൊലപാതകങ്ങളും ഒടിയൻ എന്ന സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കപ്പെട്ടുവെന്ന യാഥാർത്ഥ്യം മാത്രമാണ് ഇവിടെ ബാക്കിയാകുന്നത്. അതല്ലാതെ മറ്റൊരു ശാസ്ത്രീയ വശവും ഈ പറയുന്ന ഒടിയനില്ല. അഥവാ അങ്ങനെയൊരു വിദ്യ കൈവശമുള്ളവർക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനാകുമായിരുന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ ഒടിയൻ എന്നത് വെറും സാങ്കല്പിക കഥാപാത്രം മാത്രമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.